ഹലോ അസ്സാം വലൈക്കും പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാ +2 അറബിക് എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഞാനൊരു വിജയാശംസകൾ നേരെയാണ്. നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, +2 അറബിക് സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ള കണക്ഷനുള്ള കുട്ടികളാണ് +2 അറബിക്കിൽ എഡ്യൂപോർട്ട് ക്ലാസ് കാണാൻ വരുന്ന കുട്ടികൾ. കാരണം അവരിലെ അധിക കുട്ടികളെ 90% കുട്ടികളെ ഞാൻ ഇപ്പോൾ SLCയിൽ എൻ്റെ ക്ലാസ് കേട്ടിട്ടുണ്ടാവും, +1 കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്താവും എൻ്റെ എഡ്യൂപോർട്ടിൻ്റെ അറബി ക്ലാസ്. ഓക്കെ, എന്നെ അറിയാത്തവർക്ക് കൊണ്ട് പേര് പരിചയപ്പെടുത്താൻ സഹീർ സാർ എന്നാണ് എൻ്റെ പേര്. ഞാൻ പൊതുവേ അറിയപ്പെടുന്നത് എഡ്യൂപോർട്ടിൻ്റെ അറബിക് സാർ എന്നാണ്. ഓക്കെ, ഒരുപാട് സ്ഥലത്തു നിന്ന് നമ്മളെ +2 പഠിക്കുന്ന കുട്ടികളെ ഒരുപാട് സ്ഥലത്ത് നിന്ന് എക്സ്പെഷ്യലി നമ്മൾ യാത്ര പോയാൽ വരെ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തിരുന്നാലും നിങ്ങൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളിതിന് മുമ്പൊക്കെ നിങ്ങൾ ക്ലാസ് കണ്ട സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എഡ്യൂപോർട്ടിൻ്റെ അറബിക്കിൻ്റെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, അത് കേട്ട് പരീക്ഷയ്ക്ക് പോയത് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടേം എക്സാം കഴിഞ്ഞു, ഇനി സെക്കൻഡ് ടേം എക്സാം, ഇനി പബ്ലിക് എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ ഈ സെക്കൻഡ് ടേമിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഞാൻ വളരെ നേരിട്ട് കാര്യം പറയുകയാണ്. ഫസ്റ്റ് ടേമിന് വെച്ചിട്ട് കുറച്ച് ടഫായിരിക്കും സെക്കൻഡ് ടേം എക്സാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് ടേമിൽ നമുക്ക് സാധാരണത്തെ പോലെ ഉള്ള ഈ ഈ പോസ്റ്ററുകൾ അല്ലെങ്കിൽ ബയോഡാറ്റ അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് ഈസി ആയി ട്രിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. കുറച്ചും കൂടി ടഫായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ, അതിപ്പോൾ ചരിത്രങ്ങൾ കടന്നു വരുന്നു, കഥകൾ കടന്നു വരുന്നു, അല്ലെങ്കിൽ ഫിലോസഫികൾ കടന്നു വരുന്നു. ഇങ്ങനെ കുറച്ചും കൂടി വായിച്ച് പഠിച്ച് എക്സാം എഴുതേണ്ടതായിട്ടുള്ളൊരു രീതി, അങ്ങനത്തെ ചാപ്റ്റേഴ്സാണ് സെക്കൻഡ് ടേമിൽ വരിക. അതൊക്കെ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറയണം. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, എഡ്യൂപോർട്ടിൻ്റെ അറബി ക്ലാസ്സിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സാധാരണ ഉള്ള ആളുകൾ, ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വിശ്വാസം ഉണ്ടാകുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യണത്, നിങ്ങളെന്നെ ട്രസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ അറിയിക്കാം. അപ്പോൾ ലൈവിലേക്ക് നിങ്ങളെല്ലാവരും വളരെ നേരത്തെ എത്തണം. പിന്നെ നിങ്ങളുടെ ഒരു സ്ഥിരം സപ്പോർട്ട് ഉണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം, അത് എല്ലാ കുട്ടികൾക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്, നമുക്ക് പഠിക്കുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുമ്പോൾ ഏറെക്കുറെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. അപ്പോൾ ഞാനിത് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇതൊക്കെയാണോ കൂടുതൽ വരാൻ സാധ്യത ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് വരാൻ സാധ്യത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ ഗ്രാമറിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അന്ന് അതേപോലെ തന്നെ ഇൻ, ലം, ഇങ്ങനത്തുള്ള ഗ്രാമർ പോർഷൻസ് സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വൺ വേർഡുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ്ട് ഇതിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും കേട്ടോ. രണ്ടാമത്തെ ഭാഗം എന്ന് വെച്ചാൽ തെഹ്നിആത്ത്, ആശംസ കാർഡുകൾ, ഗ്രീറ്റിംഗ് കാർഡുകൾ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് എന്തുണ്ടാവും പരീക്ഷയ്ക്ക് മിക്കവാറും നിങ്ങൾ എന്ത് ചെയ്യും, +2 പരീക്ഷയിലുണ്ടാവും. മറ്റൊന്ന് കാര്യം, നമ്മൾ സ്ഥിരമായി നമുക്ക് പരിചിതമായിട്ടൊരു ക്വസ്റ്റ്യൻ ആണെന്ത്, കവിതൻ്റെ ലൈന് തരും, അതിൻ്റെ മീനിങ്ങിനോട് മാച്ച് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ടൈപ്പിൽ ചോദിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വേണം. അപ്പോൾ ഈ കവിതൻ്റെ മീനിങ് മാച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ട് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ഉണ്ടാവും. മറ്റൊന്ന് ഫിക്രത്ത് മഅന അൽ മർക്കസി, അല്ലെ ഫിക്രത്തുൽ മർക്കസിയ, ഏതെങ്കിലും കവിതൻ്റെ ലൈന് തന്നിട്ട് നമ്മളോട് അതിൻ്റെ ആശയം ഒരു പാരഗ്രാഫൊക്കെ എഴുതാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിക്കൊണ്ട് എസ്സേ, പാരഗ്രാഫ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നൊരു ചാപ്റ്ററാണെന്ത്, ഈ ഇതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അന വഹീദ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ടാവും അല്ലേ. ആ ചാപ്റ്റർ ആരെ കുറിച്ചിട്ടാണ്, ഉമ്മു സലമ എന്ന് പറയുന്നൊരു സ്വഹാബി വനിതയെ കുറിച്ചുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് അവർ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇത് ആര് ചോദിച്ചാൽ സന്ദർഭം എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേപോലെ തന്നെ അവർ ഹിജറ പോയ അതിൻ്റെ ചരിത്രം എഴുതാനുള്ള എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഉമ്മു സലമൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചിട്ട്, ശഖ്സിയത്തിനെ കുറിച്ചിട്ട് പോയിന്റ് എഴുതാണ്ടാവും. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ചാപ്റ്റർ ഉമ്മു സലമൻ്റെ ഹിജറനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ പാരഗ്രാഫായിട്ടും എസ്സേ ആയിട്ടും ഷോർട്ട് ആൻസർ ആയിട്ടും സന്ദർഭം ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ് ആ ചാപ്റ്റർ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് കേട്ടോ. ഓക്കെ, മറ്റൊന്ന് ഈ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൽ ഒരു ചില വിജയത്തിൻ്റെ രസതന്ത്രം അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പഠിക്കുന്നൊരു ചാപ്റ്റർ ഉണ്ട്.
അപ്പോൾ അതിൽ കുറേ പിന്നെ ഫിലോസഫികളും പോയിൻറ്റ്സുകളൊക്കെ മോട്ടിവേഷൻസൊക്കെ പറയുന്നുണ്ട്. അതിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ട് അതിൽ ഈജാബിയ സെൽബിയ പോസിറ്റീവും നെഗറ്റീവും സെപ്പറേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ഉണ്ടാവും നമ്മളെ ലാംഗ്വേജിൽ വരാൻ, അറബിക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ സ്ഥിരമായി ചോദിക്കുന്ന ഹിവാർ, ഏതെങ്കിലും ഒരു ഹിവാർ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പിന്നെ പരീക്ഷയിലുണ്ടാവും. പിന്നെ ഇത് സ്ഥിരമായി ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും പാരാഗ്രാഫ് കൊടുത്തിട്ട് 2 ചോദിക്കാം. ഒന്നെങ്കിൽ അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ ചോദ്യങ്ങൾ കൊടുത്തിട്ട് ആ ചോദ്യങ്ങൾ ആൻസർ കണ്ടെത്താൻ വേണ്ടി പറയാം. ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം ഈ ഇങ്ങനത്തെ ഒരു പാരാഗ്രാഫിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. മറ്റൊന്ന് നമ്മൾ പിന്നെ ഈ ടേമിലാണ് എന്ത് ചെയ്യുന്നത്, അറബി ഭാഷനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നല്ലോ അത്തുല്ലാഹ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്കുണ്ട്. അപ്പോൾ അറബി ഭാഷനെ കുറിച്ചിട്ട് ഒരു എസ്സേ എന്തായാലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. മാത്രമല്ല 6 മാർക്കിൻ്റെ ഒരു പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ട്രാൻസ്ലേഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അറബി ഭാഷയെക്കുറിച്ച് ട്രാൻസ്ലേഷനും അതേപോലെ തന്നെ 1 വേർഡും പാരഗ്രാഫും എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യും ആ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് എന്ത് ചെയ്യാണ് ഉറപ്പ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തുണ്ടാവും പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടാവും. മറ്റൊന്ന് അറബി ഭാഷയോട് കവിക്കുള്ള ഇഷ്ടം, ലാ തെലുംനി എന്നൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ അറബി ഭാഷയോട് കവിക്കുള്ള ഇഷ്ടത്തെക്കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പിന്നെ എസ്സയോ അതല്ലെങ്കിൽ പിന്നെ പാരാഗ്രാഫോ എന്തായാലും എന്ത് ചെയ്യും സ്ഥിരമായി ചോദിക്കുന്ന ടേമിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതും ചോദിക്കും എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത് പറഞ്ഞതിന് മനസ്സിലായി എന്താണ്, ആ ചാപ്റ്ററിൻ്റെ വാബർ വായിച്ച് എസ്സേ പഠിച്ച് അല്ലെങ്കിൽ ആ കവിത വായിച്ച് അല്ലെങ്കിൽ ഗ്രാമർ പഠിച്ച് അങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ +2 അറബിക്ക് എക്സാമിൽ ഈ ക്രിസ്മസിൻ്റെ എക്സാം എക്സ്പെഷ്യലി എഴുതാൻ കഴിയുള്ളൂ. നമുക്ക് എന്ത് ചെയ്തു ഈ ക്വസ്റ്റ്യൻ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും എജുപോർട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും. സഹീർ സാറ് എജുപോർട്ടിൽ അറബിക് സാർ നിങ്ങളെ കൂടെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. സോ നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്തോളൂ നമ്മുടെ ലൈവ് ക്ലാസ്സിലേക്ക് പോന്നോളൂ. എത്ര ടഫുള്ള ഏരിയ ആണെങ്കിലും എത്ര മനസ്സിലാവാത്ത ഏരിയ ആണെങ്കിലും എത്ര ടഫുള്ള ക്വസ്റ്റ്യൻ വന്നാലും നമ്മുടെ എജുപോർട്ടിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ലൈവായി വന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾ എക്സാമിന് നിങ്ങളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യും, ഈസി ആവുന്നൊരു സംശയമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സാം ലൈവിൽ കാണണം. നിങ്ങളെല്ലാ ആളുകളും നിങ്ങളുടെ പ്രീവിയസ് എജുപോർട്ടിൻ്റെ ലൈവിലുണ്ടായ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക, മറക്കരുത്. നിങ്ങളെല്ലാ ആളുകളും ഈ ലിങ്ക് ഒന്ന് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സാറിനെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈവിൽ കാണാം. അസ്സലാമു അലൈക്കും.